രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിൽ 9 വിക്കറ്റിന്റെ വിജയമാണ് RCB ഇന്ന് സ്വന്തമാക്കിയത്. ടൂർണമെന്റിലെ 4ാം വിജയത്തോടുകൂടി പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്താണ് RCB ഇന്നത്തെ മത്സരശേഷം എത്തിയിരിക്കുന്നത്. മറുഭാഗത്ത് തങ്ങളുടെ 4ാം തോൽവിയാണ് സഞ്ജുവിനും സംഘത്തിനും ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. മത്സരശേഷമുള്ള സഞ്ജുവിന്റെ പ്രതികരണം ഉൾപ്പെടെയാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ജയ്സ്വാളിന്റെയും റിയൻ പരാഗിന്റെയും ധ്രുവ് ജുറലിന്റെയും മികച്ച ഇന്നിംഗ്സുകളാണ് രാജസ്ഥാന് ആദ്യ ഇന്നിംഗ്സിൽ 173 എന്ന സാമാന്യം ഭേദപ്പെട്ട സ്കോറിന് സമ്മാനിച്ചത്. 75 റൺസ് നേടിയ ജയ്സ്വാളിന്റെ ഇന്നിംഗ്സിൽ 10 ഫോറും 2 സിക്സറുകളുമാണ് ഉണ്ടായിരുന്നത്. മികച്ച ഒരു പ്രകടനം ഇന്ന് സഞ്ജുവിന് പുറത്തെടുക്കാനായി സാധിക്കാതെ വന്നപ്പോൾ 19 പന്തിൽ നിന്നാണ് അദ്ദേഹം 15 റൺസ് നേടിയത്. റിയാൻ പരാഗ് 30 റൺസും ധ്രുവ് ജുറൽ 35 റൺസ് നേടി പുറത്താവാതെ നിന്നു. മറുപടി ബാറ്റിംഗിൽ നിരവധി ക്യാച്ചുകളാണ് ഇന്ന് രാജസ്ഥാൻ വിട്ടുകളഞ്ഞത്. കോഹ്ലിയെയും സാൾട്ടിനെയും പവർ പ്ലേയിൽ തന്നെ പുറത്തെടുക്കാനായി ടീമിന് അവസരം ലഭിച്ചുവെങ്കിലും സന്ദീപ് ശർമ്മയും ജയ്സ്വാളും വാനിന്ദു ഹസിരംഗയും നിർണായക ക്യാച്ചുകൾ വിട്ടുകളഞ്ഞത് തന്നെയാണ് മത്സരത്തിൽ വഴിത്തിരിവായി മാറിയത്. അവസരം മുതലാക്കിയ സോൾട്ടും കോഹ്ലിയും മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. 1ാം വിക്കറ്റിൽ 92 റൺസിന്റെ പാർട്ണർഷിപ്പ് RCB നേടിയതോടുകൂടി രാജസ്ഥാനെതിരായ മത്സരത്തിൽ ഒരു വിജയം അവർ ഉറപ്പിച്ചിരുന്നു. 65 റൺസ് നേടിയ സോൾട്ട് പുറത്തായതിനു ശേഷം പിന്നീടെത്തിയ ദേവദത്ത് പടിക്കൽ കൂടി മികച്ച ഫോമിലേക്ക് ഉയർന്നപ്പോൾ 18ാം ഓവറിൽ RCB വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. 62 റൺസ് നേടിയ കോഹ്ലിയുടെ ഇന്നിംഗ്സിൽ 4 ഫോറും 2 സിക്സറുകളുമാണ് ഉണ്ടായിരുന്നത്. മത്സരശേഷം രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജുവിന്റെ ഭാഗത്തു നിന്നും തീർത്തും നിരാശ നിറഞ്ഞൊരു പ്രകടനം തന്നെയാണ് ഇന്ന് വന്നത്. ആദ്യ ഇന്നിംഗ്സിലെ ആദ്യ 10 ഓവർ തങ്ങളെ സംബന്ധിച്ച് കുറച്ച് കഠിനമായിരുന്നു. 170 തീർച്ചയായിട്ടും ഒരു ഫൈറ്റിംഗ് ടോട്ടൽ ആയിരുന്നിട്ട് കൂടി 2ാം ഇന്നിംഗ്സിൽ തങ്ങൾക്ക് ലഭിച്ച ആനുകൂല്യം മുതലാക്കാനായി സാധിച്ചില്ല. പവർ പ്ലേയിൽ കോഹ്ലിയും സോൾട്ടും മികച്ച രീതിയിൽ തന്നെയാണ് ബാറ്റ് വീശിയത്. അതേപോലെ ക്യാച്ചുകൾ ഓരോ മത്സരത്തെ സംബന്ധിച്ച് എത്ര നിർണായകമാണെന്ന് ഒരിക്കൽ കൂടി ഇന്ന് കാണാനായി സാധിച്ചിരുന്നു. നിർണായക ക്യാച്ചുകൾ പവർ പ്ലേയിൽ നഷ്ടമാക്കിയത് തന്നെ മത്സരം കൈവിട്ടു പോകുന്നതിന് പ്രധാന കാരണമായി മാറി. മത്സരത്തിൽ നിന്നും പോരായ്മകൾ മനസ്സിലാക്കി മികച്ച രീതിയിൽ തന്നെ തിരിച്ചുവരുമെന്നാണ് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ സഞ്ജു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്തായാലും പ്ലേ ഓഫിനുള്ള മത്സരം മുറുകുന്ന സാഹചര്യത്തിൽ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഇനിയുള്ള എല്ലാ മത്സരങ്ങളും നിർണായകമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.